അബിനിലേക്ക് തന്നെ പോകുന്നു. അബിൻ വർക്കിയും വയനാട് മിനിഞ്ഞാന്ന് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ LDF പ്രവർത്തകരുണ്ടാകാം, ദേ ആർ മൈ ഫാമിലി, ദേ ആർ മൈ ബ്രദേഴ്സ് എന്ന സ്നേഹം പറഞ്ഞ രാഹുൽ ഗാന്ധി പെട്ടെന്ന് എന്താണ് സ്വരമാറ്റം എന്ന് പറഞ്ഞാൽ സ്നേഹരാഷ്ട്രീയം പറയുന്ന രാഹുൽ ഗാന്ധി പച്ചക്ക് ചോദിക്കുന്നത് ED എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലാക്കുന്നില്ല എന്നാണ്. രാഹുൽ മാത്രമാണോ? DK ശിവകുമാർ ചോദിക്കുന്നു, എന്തേ ED പിണറായി ജയിലിലടക്കുന്നില്ല? തെലങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നു, K സുരേന്ദ്രൻ റബ്ബർ സ്റ്റാമ്പാണ്, യഥാർത്ഥ BJP പ്രസിഡന്റ് പിണറായിയാണ്. എന്തുകൊണ്ടാണ് അബിൻ ഈ കൂട്ടക്കടന്നാക്രമണം? അല്ല ഹാഷ്മി, അതിന് കാരണം ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നിരയെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നേതാവാണ്. BJPക്കെതിരെ ഏറ്റവും കൃത്യമായി ഡയറക്റ്റായി ആക്രമണം നടത്തുന്ന നേതാവാണ്. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെയും പ്രിയപ്പെട്ട സോണിയാഗാന്ധിയെയും ഒരു നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഇല്ലാത്ത കേസിന്റെ പേരിൽ, ഇതുവരെ ഒരു തെളിവ് പോലും ഇല്ലാത്തൊരു കേസിന്റെ പേരിൽ നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ DK ശിവകുമാർ അദ്ദേഹത്തിനെ ED ചോദ്യം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു 100 ദിവസത്തോളം. എന്നിട്ടും ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല. അപ്പോ ഇവരൊക്കെ പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ട് BJPക്കെതിരെ പോരാടുമ്പോൾ ഇവർക്കൊക്കെ കടുത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഇപ്പോ ഹേമന്ത് സോറിന്റെ കാര്യമാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യമാണെങ്കിലും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പൊ കാരണം ഇപ്പൊ താങ്കൾ ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ മാത്രം EDയോ അല്ലെങ്കിൽ CBIയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ ആ മുഖ്യമന്ത്രിമാരുടെ വീടുകളിലും മേടുകളിലും ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്ന് അവരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കിയ ഈ EDയും ഇൻകം ടാക്സും ഡയറക്റ്റായ തെളിവ്. ഇപ്പോ നമ്മൾ SFIO അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായ തെളിവാണ് 18 ലക്ഷം രൂപ മാസപ്പടി കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് ED ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഓരോ വിഷയങ്ങളിലും ഇപ്പോ SNC ലാവലിന്റെ കേസ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതലായ കാര്യങ്ങൾ എടുക്കാം. ഈ മുഖ്യമന്ത്രിയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ ഇതേവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അതും മാത്രമല്ല, ഞങ്ങൾ ഇവിടെ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ നേരത്ത് ഞങ്ങൾ സീതാറാം യെച്ചൂരിയുടെ CPMനെതിരല്ല. ഞങ്ങൾ സീതാറാം യെച്ചൂരി എല്ലാ മീറ്റിങ്ങുകളും വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് CPM ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അതൊരു ചോദ്യമല്ലേ. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര കേരളത്തിലേക്ക് നടക്കുമ്പോൾ EDയുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ED നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണെന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസുകാർ. ഏറ്റവും കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് മാങ്ങ തിന്ന് പ്രമേഹം കൂട്ടി ജാമ്യം നേടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രീമിയർ അന്വേഷണ ഏജൻസിയാണ്. എന്നാൽ ഇൻസുലിൻ കുത്തിവെക്കുന്ന ഹൈലി ഡയബറ്റിക് ആയ ഒരു മനുഷ്യൻ മാങ്ങ കൂടുതൽ തിന്നു ജാമ്യം നേടാൻ ശ്രമിക്കുന്നു എന്ന് ED പറയുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാണ്, ഉപദ്രവിക്കലാണെന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ. അതേ മുന്നണിയിൽപ്പെട്ട ഒരിപ്പോൾ നാളുകൾക്ക് മുൻപാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്ന ഒരു പരസ്യം വരികയും അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിൽ പങ്കുവെക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതേ മുന്നണിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് വന്നതെന്ന് പറയുന്നത് അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ് അബിൻ? അതാണ് ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ ഈ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ എന്തുകൊണ്ട് CPM ഔദ്യോഗികമായി പ്രതിനിധികളെ അയച്ച് പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള ഘടകത്തിന്റെ വലിയ രീതിയിലുള്ള പ്രഷർ അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി 2, ഇന്ത്യ മുന്നണിയിലെ കമ്മിറ്റിയിലേക്ക് 2 പ്രതിനിധികളെ അയക്കണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് CPMന് അയക്കാൻ സാധിച്ചില്ല? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള ഘടകത്തിന്റെ അതിതീവ്രമായ പ്രഷർ അതിനകത്തേട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ചർച്ച നടത്തുന്ന സമയത്ത് ഈ പിണറായി വിജയനും KCRും ചേർന്ന് തെലങ്കാന മുഖ്യമന്ത്രിയും ചേർന്ന് മറ്റൊരു മുന്നണി രൂപീകരിക്കാൻ ശ്രമിച്ചതും നമുക്കറിയാവുന്നതാണ്. അപ്പൊ എന്നെന്നും ഇപ്പോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നയിച്ച് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചപ്പോ BJP അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്ത പാർട്ടിയുടെ പേര് കേരളത്തിലെ CPM എന്നാണ്. അപ്പോ ആ കേരളത്തിലെ CPMനെ നയിക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിനെതിരെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ, അത് തെളിവ് സഹിതം. എന്തുകൊണ്ടാണ് ഞാൻ തെളിവ് എന്ന് പറയുന്നത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി നിൽക്കുകയാണ്. എന്നിട്ട് പോലും യാതൊരു സേവനവും നൽകാതെ പണം മേടിച്ചു എന്ന റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്തായിട്ട് ആ അന്വേഷണം എത്തി നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾ വസ്തുതാപരമായി ചിന്തിച്ചാൽ ഇന്നത്തെ ഇന്ത്യ ലോകത്ത് SNC ലാവലിൻ കേസ് എന്തുകൊണ്ട് 40 പ്രാവശ്യം മാറിപ്പോയി എന്ന് ചിന്തിച്ചാൽ
സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെന്നില്ല എന്ന് വിശ്വസിച്ചാൽ, അതും മാത്രമല്ല കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ കെ സുരേന്ദ്രൻ, പ്രതിയായ കെ സുരേന്ദ്രൻ സാക്ഷിയായി മാറി എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, അതും മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഡയറക്ടർ കേരളത്തിൽ അങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല എന്നും കേരളത്തിൽ അങ്ങനെ ഒരു പണം കണ്ടെത്തിയിട്ടില്ല എന്നും ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ ഇത്ര ഗുരുതരമായ ഒരു വിഷയത്തിൽ സംസ്ഥാന BJP അധ്യക്ഷൻ ആരോപണത്തിന്റെ മുൾമുനയിൽ നിന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ ആദായ നികുതി വകുപ്പിനെതിരെയോ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയോ ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും വ്യക്തവുമാണ്. സീതാറാം യെച്ചൂരിയുടെ CPM-ന്റെ ഐഡിയോളജി അല്ല കേരളത്തിലെ പിണറായി വിജയന്റെ ഐഡിയോളജി. സംഘികൾക്കും സംഘപരിവാറുകാർക്കും വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരും പാർട്ടിയുമായി ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്. നിതിൻ കണിച്ചേരി, ഇത്